പവിത്രം സീരിയലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അടുക്കളയിൽ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വിക്രം. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്തായി തന്നെ വേദ. അങ്ങനെ തൻ്റെ പാചകമെല്ലാം മുഴുവനായി കഴിഞ്ഞ ശേഷം വിക്രം വേദയെ നോക്കി, ഡി ഒരു പ്ലേറ്റ് എടുത്തിങ്ങി വന്നാൽ കൊതി പറ്റാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് തരാം, അതും വെറും മര്യാദയുടെ പേരിൽ മാത്രം. നിന്നെപ്പോലെ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു മാത്രം ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് തരാം, എടുത്തുകൊണ്ടുപോയി ഞണ്ണി നോക്ക് എന്ന് പുച്ഛഭാവത്തിൽ വേദയോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട വേദ വേണ്ട എന്ന് തിരിച്ച് മറുപടി പറയുന്നു. മാത്രമല്ല നിങ്ങളത് തൃപ്തിയോടെ കഴിക്കുന്നത് കണ്ടാൽ മാത്രം മതിയെന്ന് വേദ പറയുന്നു. അപ്പോൾ വിക്രം എന്നാൽ ആയിക്കോട്ടെ, പക്ഷേ കൊതി പറ്റിച്ച് എൻ്റെ വയറ് കേടാക്കരുതെന്ന് പറയുന്നു. ഇതിനുശേഷം താൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഒരു പ്ലേറ്റിലേക്ക് പകരുകയാണ് വിക്രം. തുടർന്ന് വേദയോടായി, വിക്രത്തിന് ഭക്ഷണം തരാതിരിക്കാൻ നിൻ്റെ അച്ഛൻ ശങ്കരനാരായണൻ വിചാരിച്ചാൽ പോലും പറ്റില്ല എന്ന് വേദയോടായി പറയുന്നു. മാത്രമല്ല അത്യാവശ്യം ഭക്ഷണമുണ്ടാക്കി അത് പാകം ചെയ്ത് കഴിക്കാനുള്ള പരിചയം സുധാകരൻ മാഷിൻ്റെ മക്കൾക്കുണ്ട് എന്നും പരിഹാസ സ്വരത്തിൽ വിക്രം വേദയോട് പറയുന്നു. ശേഷം താൻ സ്വന്തമായി ഉണ്ടാക്കിയ ഭക്ഷണം വിക്രം രുചിച്ചു നോക്കുന്നു. എന്നാൽ അത് വായിൽ വെച്ചപ്പോഴാണ് കഴിക്കാൻ ഒട്ടും പറ്റാത്ത രീതിയിലുള്ളതാണെന്ന് വിക്രം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് വേദ അറിയാതിരിക്കാൻ വിക്രം പരമാവധി ശ്രമിക്കുന്നു. ശേഷം സാവധാനത്തിൽ താൻ എടുത്ത ഭക്ഷണം അടുക്കളയിലെ മേശപ്പുറത്തായി വെച്ചിട്ട് അവിടെ നിന്നും പെട്ടെന്ന് മാറുകയാണ് വിക്രം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വേദ, ഇയാൾക്കിത് എന്താണ് പറ്റിയത്, ഇതൊന്നും കഴിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് രുചി നോക്കുന്ന വേദ ഇത് കഴിക്കാൻ ഒട്ടും കൊള്ളില്ല എന്ന ഭാവത്തിൽ മുഖഭാവം കാണിക്കുന്നു. അതിനുശേഷം വിക്രത്തെയാണ് കാണിക്കുന്നത്. വാഷ് ബേസിനിൽ പോയി തൻ്റെ വാ കഴുകി വൃത്തിയാക്കി അത്രയും നേരം കഴിച്ച ഭക്ഷണം വായിലൊതുക്കിയത് തുപ്പിക്കളയുകയാണ്. വിക്രത്തിൻ്റെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് നിൽക്കുന്ന വേദ പരിഹാസ സ്വരത്തിൽ പറയുന്നു, ഇപ്പോഴാണ് ഇത് ശരിക്കും ഉപ്പുമാവായത്. മാത്രമല്ല നിങ്ങളുടെ ബിൽഡപ്പ് കണ്ടപ്പോഴേ നിങ്ങളിത് കുളമാക്കുമെന്ന് ഞാൻ കരുതിയതാ എന്ന് വേദ വിക്രത്തിനോട് പറയുന്നു. താൻ ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് വിക്രം വേദയോട് ചോദിക്കുന്നു. അപ്പോൾ വേദ, ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് ഇത് അതിലിട്ട് കലക്ക്, എന്നിട്ട് പശു കാടി മോന്തുന്നത് പോലെ മൊത്തത്തിലെടുത്ത് അങ്ങ് കുടിക്കാൻ പറയുന്നു. തനിക്ക് പറ്റിയ അമളിയോരത്ത് പരിങ്ങി നിൽക്കുകയാണ് വിക്രം. അപ്പോൾ വേദ, ഒരു പാത്രം ഉപ്പുമാവ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത താൻ എവിടുത്തെ ഗുണ്ടയാണെന്ന് വിക്രത്തിനോട് പരിഹാസ സ്വരത്തിൽ ചോദിക്കുന്നു. ഈ പ്രവൃത്തി ഗുണ്ടകൾക്ക് വരെ നാണക്കേടാണെന്ന് വിക്രത്തോട് കളിയാക്കുന്ന രീതിയിൽ പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും പോവുകയാണ് വേദ. വേദ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിക്രം. ശേഷം തൻ്റെ വീട്ടിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന രാധയെയാണ് കാണിക്കുന്നത്. രാധയുടെ അടുത്തേക്ക് ഒരു ഗ്ലാസ് ചായയുമായി രാധയുടെ അമ്മ എത്തുന്നു. ഇനി ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് രാധയോട് അമ്മ ചോദിക്കുന്നു. നീ ഇത് കുടിക്കാൻ നിർബന്ധിക്കുന്നു. അപ്പോൾ രാധ എനിക്ക് വേണ്ട എന്ന് പറയുന്നു. അന്നേരം അമ്മ രാധയോട് അവളെ ആശ്വസിപ്പിക്കാനായി, എങ്കിൽ അമ്മ മാനേജരോട് പോയി ഒന്ന് സംസാരിച്ചു നോക്കിയാലോ എന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന രാധയുടെ അച്ഛൻ, സംസാരിക്കുകയല്ല വേണ്ടത്, അവൻ്റെ ചെവിക്കല്ല് നോക്കി രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് വേണ്ടതെന്ന് അവരോടായി പറയുന്നു. എന്തൊരു അന്യായമാണിത്, ഇത്രയും നാളും പണം തന്നെയല്ലേ അടച്ചത്, പുളിങ്കുരുവൊന്നും അല്ലല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം രാധയോടായി, നീ വിഷമിക്കേണ്ട മോളെ, ഞാൻ പോയി സംസാരിച്ചോളാമെന്ന് പറയുന്നു. മാത്രമല്ല നീ വാ, നമ്മൾക്ക് ആ വണ്ടി പോയി കൈയോടെ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധയുടെ അമ്മ, അകത്ത് കിടക്കുന്നതിൻ്റെ ആവേശത്തിൽ ഇങ്ങനെ വല്ലാതെ തിളക്കില്ലേ മനുഷ്യ, ഇങ്ങനെ ബഹളമുണ്ടാക്കുന്ന ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവർക്ക് നന്നായി അറിയാമെന്ന് പറയുന്നു. എങ്കിൽ അവർ കാണിക്കുന്നത് കണ്ട് മിണ്ടാതിരിക്കണോ എന്ന് അച്ഛൻ അമ്മയോടായി ചോദിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന രാധ അച്ഛനോടായി പറയുന്നു, അച്ഛ, വണ്ടിയുടെ ലോൺ എടുക്കുമ്പോൾ തന്നെ വണ്ടി അവർക്കായി വിറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് സെയിൽ ലെറ്ററിൽ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് രാധ പറയുന്നു. മാത്രമല്ല ആ വണ്ടിയുടെ ഇപ്പോഴത്തെ അവകാശം അവർക്കാണെന്ന് അച്ഛനോടായി വീണ്ടും പറയുന്നു. മാത്രമല്ല അടവ് മുഴുവൻ അടച്ചു തീർത്താൽ മാത്രമേ ഇനി ആ വണ്ടി തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് രാധ പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് രാധയുടെ അച്ഛൻ. നീ ഇപ്പം പറഞ്ഞതാണ് ഗുണ്ടായിസമെന്ന് അച്ഛൻ രാധയോടായി പറയുന്നു. തുടർന്ന് മദ്യപിക്കാനായി രാധയോട് 150 രൂപ പണം അച്ഛൻ ആവശ്യപ്പെടുന്നു. അച്ഛൻ മദ്യപിച്ചിട്ട് ആ മാനേജറുടെ മുഖത്ത് നോക്കി നല്ല 4 തെറി പറഞ്ഞിട്ട് വരാമെന്ന് രാധയോട് പറയുന്നു. ഇത് കേട്ടിട്ട് അമ്മ അച്ഛൻ്റെ നേർക്കായി തട്ടിക്കയറുന്നു. നിങ്ങൾക്ക് ഈ നേരത്ത് തന്നെ പോയി മദ്യപിക്കണം അല്ലേ മനുഷ്യ എന്ന് ചോദിക്കുന്നു. പക്ഷേ താനിപ്പോൾ പറഞ്ഞത് തനിക്ക് കുടിക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടല്ലെന്നും അവൾക്ക് വേണ്ടി ചോദിക്കാൻ മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണെന്നും അച്ഛൻ മറുപടി പറയുന്നു. മാത്രമല്ല
ആ വിക്രം ഇനി ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടുകയില്ല എന്ന് അച്ഛൻ പറയുന്നു. അങ്ങനെയുള്ളപ്പോൾ ചങ്കർപ്പോടെ ഒന്ന് ചോദിക്കാൻ തനിക്ക് ഊർജം വേണ്ടേ, അതിനുവേണ്ടിയാണ് താൻ ഇങ്ങനെ ആവശ്യപ്പെട്ടത് എന്ന് അച്ഛൻ അവരോടായി പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന രാധ, അച്ഛൻ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോ, എൻ്റെ വണ്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. ഇത് കേട്ട് ശരിവെച്ചുകൊണ്ട് അമ്മയും പറയുന്നു, എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോ മനുഷ്യ, എരുതിയിൽ എണ്ണയൊഴിക്കാതെ. ഇത്രയും കേട്ടിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പടിയിറങ്ങിപ്പോകുന്നു. അച്ഛൻ അവിടെ നിന്നും മടങ്ങിയ ശേഷം രാധ അമ്മയോട് സങ്കടത്തോടെ പറയുന്നു, ആ ഓട്ടോ അവർ ലേലം ചെയ്യും അമ്മേ, എനിക്കത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അമ്മ, കാശുണ്ടാക്കാഞ്ഞിട്ടല്ലല്ലോ, ഒരു കാര്യവുമില്ലാതെ നീ അവനെ ജാമത്തിലിറക്കാൻ ആ പണം ചെലവാക്കിയിട്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എന്ന് രാധയോട് ചോദിക്കുന്നു. കാര്യങ്ങളെല്ലാം വീണ്ടും പറഞ്ഞ് രാധയെ വിഷമിപ്പിക്കേണ്ടെന്നോർത്ത് അമ്മ പറയുന്നു, നീ അത് വിട്, ഞാൻ എന്തായാലും വീണ്ടും ഇതൊക്കെ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കാനൊന്നും പോകുന്നില്ല. എടി പോട്ടെ, സാരമില്ല, നീ അകത്ത് വന്നിരിക്കുക, ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. മാത്രമല്ല എൻ്റെ മോളുടെ അധ്വാനം അങ്ങനെ വെറുതെ പാഴാവില്ല എന്ന് പറഞ്ഞ് രാധയെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് രാധയെ കൂട്ടി അമ്മ അകത്തേക്ക് പോകുന്നു. തുടർന്ന് സുധാകരൻ മാസ്റ്ററുടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വിക്രത്തെയാണ് കാണിക്കുന്നത്. അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് വേദ. വേദ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ ഇടയ്ക്ക് അടുക്കളയിലോട്ട് എത്തി നോക്കുകയാണ് വിക്രം. അടുക്കളയിലെ ഡൈനിങ് ടേബിളിൽ വെള്ളം കുടിക്കാനായി എത്തിയ വിക്രത്തോട് വേദ, ഞാൻ രാത്രിയത്തേക്കുള്ള ചപ്പാത്തിയും കിഴങ്ങറിയും ഉണ്ടാക്കുകയാണ്, എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയൊന്നും നിങ്ങൾ കഴിക്കില്ലല്ലോ, എന്താ ഞാൻ നിങ്ങൾക്ക് കൂടി ഉണ്ടാക്കണോ എന്ന് വിക്രത്തോട് ചോദിക്കുന്നു. ഇത് കേട്ട വിക്രം, വേണ്ട, ഒരു ദിവസം പട്ടിണി കിടന്നെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് വേദയോട് പറയുന്നു. അപ്പോൾ വേദ, തനിക്ക് പക്ഷേ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ വയറ് കത്തും, നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടാകുമെന്ന് വിക്രത്തോട് പറയുന്നു. വിക്രം പക്ഷേ എനിക്കിങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ താൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ഉറച്ചു പറയുന്നു. ഇത് കേട്ട വേദ പരിഹാസസ്വരത്തിൽ, നിങ്ങൾ ഗുണ്ടകൾക്ക് എന്തും നേരിടാനുള്ള കഴിവുണ്ടല്ലോ എന്ന് വിക്രത്തോടായി പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾ സാധാരണക്കാരെ പോലെ അല്ലല്ലോ എന്ന് വേദ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന വിക്രം, ഡി, ഇടയ്ക്കിടയ്ക്ക് നിന്റെ പരിഹാസസ്വരത്തിലുള്ള ആ ഗുണ്ടാവിളിയുണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോണമെന്ന് താക്കീത് ചെയ്യുന്നു. ഇത് കേട്ട വേദ, ഞാൻ ആ വിളി നിങ്ങൾക്കൊരു അഭിമാനമാണെന്ന് കരുതിയാണ് വിളിക്കുന്നത് എന്ന് മറുപടി പറയുന്നു. ഒഫീഷ്യൽ ഗുണ്ട ഓഫ് ശ്രീകാര്യം ശ്രീനിവാസൻ, കെയർ ഓഫ് പീപ്പിൾ പ്രോഗ്രസീവ് പാർട്ടി, ഇതല്ലേ നിങ്ങളുടെ കെയർ ഓഫ് എന്ന് വേദ വിക്രത്തിനോട് ചോദിക്കുന്നു. എന്താ ഇതിൽ വല്ലോ മാറ്റവും ഉണ്ടോ എന്ന് വേദ ചോദിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ടും പ്രത്യേകിച്ച് ഒന്നും മറുപടി പറയാതെ വിക്രം അവിടെ നിന്ന് കടന്നു പോകുന്നു. വേദയുടെ വീട്ടിൽ ഈ സമയം തൻ്റെ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് വർഷ. വീട്ടിൽ കോളിംഗ് ബെല്ലിന് ശബ്ദം കേട്ടപ്പോൾ ആരോ വന്നിട്ടുണ്ടെന്ന് വർഷ മനസ്സിലാക്കുന്നു. ഈ സമയം അമ്മ അവിടേക്ക് ചെന്ന് കതവ് തുറന്നു കൊടുക്കുന്നു. കതക് തുറന്ന് ആളെ കണ്ട അമ്മ, ഇതാര്, ചന്ദ്രേട്ടനോ എന്ന് അമ്മ ചോദിക്കുന്നു. ഇതെന്തായിട്ടാ ഈ രാത്രിയിൽ തന്നെ വന്നതെന്ന് അമ്മ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ പേരക്കുട്ടിയെ ഒന്ന് കാണണമെന്ന് തോന്നിയെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല മക്കളുണ്ടാവുമ്പോഴല്ല, പേരക്കുട്ടികൾ ഉണ്ടാവുമ്പോഴാണ് മനസ്സിനെ പിടിച്ചാൽ കിട്ടാത്തതെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം അമ്മയോട് പറയുന്നു. അപ്പോൾ അമ്മ, വർഷയും കുഞ്ഞും റൂമിലുണ്ട്, ശ്രീകാന്ത് എത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എത്താൻ സമയമാവുന്നതേ ഉള്ളൂ എന്ന് മറുപടി പറയുന്നു. മാത്രമല്ല അവനിന്നെത്താൻ അല്പം വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മ കൂട്ടിച്ചേർക്കുന്നു. തുടർന്ന് വർഷയുടെ റൂമിലെത്തിയ അദ്ദേഹം കുഞ്ഞിനെ കാണുന്നു. അപ്പോൾ വർഷ കുഞ്ഞുറങ്ങി എന്ന് മറുപടി പറയുന്നു. എന്നിട്ട് അദ്ദേഹം മകളോടായി ഇപ്പോൾ ശങ്കരേട്ടന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ വർഷ അദ്ദേഹത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമങ്ങളുണ്ടെന്ന് മറുപടി പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നത് എന്ന് ചന്ദ്രശേഖരൻ വർഷയോട് പറയുന്നു. ഞാൻ ഇനിയും പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് അദ്ദേഹം വർഷയോട് പറയുന്നു. അപ്പോൾ വർഷ, എന്താ അച്ഛാ? വേദയുടെ കാര്യത്തിൽ ഇനിയും നമ്മൾ കാത്തിരിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൻ്റെ മരുമകനായ ശ്രീകാന്ത് ഇപ്പോഴും എന്തൊക്കെയോ പ്ലാനുകളുണ്ടെന്ന് തന്നോട് പറയുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇനി ശരിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന വർഷ, ശ്രീയേട്ടൻ എന്നോടും ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ വിനയേട്ടനെ സ്വാധീനിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതായി തന്നോടും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടു നിൽക്കുന്ന അച്ഛൻ, അതൊന്നും ഇനി നടപ്പിലാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല അതെങ്ങാനും നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, പക്ഷേ ദർശനം വേദയും ഇനി ഒരു കാലത്തും ഒന്നാകുമെന്ന് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇനി നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തു വെക്കണമെന്ന് അച്ഛൻ പറയുന്നു.
ഇത് കേട്ട വർഷ അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. തുടർന്ന് ചന്ദ്രശേഖരൻ പറയുന്നു, ശങ്കരേട്ടൻ ഇനി വീണ്ടും പഴയപടിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട വർഷ ഒരു ഞെട്ടലോടെ ചോദിക്കുന്നു, എന്നുവെച്ചാൽ? അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നു, 2 തവണയായില്ലേ അറ്റാക്ക് വരുന്നു. ഇനി ഒരു തവണ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ അതിനെ മറികടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ആദ്യത്തെക്കാട്ടിലും സ്ട്രോങ് ആയിരുന്നു ഇത്തവണ വന്ന അറ്റാക്ക്. അപ്പോൾ ഇതിലും സ്ട്രോങ് ആയാലോ അടുത്ത് വരുന്നത്? മാത്രമല്ല താൻ ആ ഡോക്ടറോട് സംസാരിച്ചതാണെന്നും വീട്ടിലെ സ്ത്രീകളെ ഭയപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചാണ് ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറയാതിരുന്നതെന്ന് അച്ഛൻ വർഷയോട് പറയുന്നു. തന്നോട് മാത്രമല്ല എന്നോടും ശ്രീകാന്തിനോടും ആ ഡോക്ടർ വിശദമായി സംസാരിച്ചു എന്ന് അച്ഛൻ മകളോട് പറയുന്നു. താനീ പറഞ്ഞതുപോലെ ശങ്കരേട്ടൻ്റെ ജീവന് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് നടക്കുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് വർഷയോട് ചോദിക്കുന്നു. ഇത് കേട്ട വർഷ, എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ, ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കണം വർഷ, അല്ലാന്നുണ്ടെങ്കിൽ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ് ആ ഗുണ്ടാ വിക്രം ഇവിടെ വന്ന് കയറുമെന്ന് മകളോട് പറയുന്നു. ഇത് കേട്ട വർഷ, അങ്ങനൊരു മകൾ തനിക്കില്ലെന്ന് ജഡ്ജി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അച്ഛനോട് പറയുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വേദയുടെ അവകാശം സ്ഥാപിക്കാൻ കേസ് കൊടുക്കാൻ വേണമെങ്കിൽ നിന്റെ ആങ്ങള ദർശൻ തന്നെ കൂട്ടുനിൽക്കുമെന്ന് അച്ഛൻ മകളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കാൻ ശങ്കരേട്ടൻ്റെ സ്വത്തുവകകളെല്ലാം 2ആയി ഭാഗിക്കണമെന്ന് പറയുന്നു. അതിലൊന്ന് ശ്രീകാന്തിന്, മറ്റൊന്ന് ദീപ്തിക്ക്. അവസാനം ദീപ്തിയുടെ പങ്കും ദർശനെ വിവാഹം കഴിക്കുന്നതിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല ഈ കണ്ട സ്വത്തുവകകൾ മുഴുവൻ ആ ഗുണ്ടയും അവൻ്റെ കുടുംബവും അനുഭവിക്കണോ മോടെ എന്ന് വർഷയോട് ചോദിക്കുന്നു. അതൊക്കെ ശരിയാണ്, പക്ഷേ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വർഷ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം, ചെയ്യേണ്ടത് നീയല്ല നിന്റെ ഭർത്താവാണ് എന്ന് പറയുന്നു. വേദയോടുള്ള പകയും ദേഷ്യവും അലിഞ്ഞു തീരുന്നതിന് മുൻപായി സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ ശങ്കരേട്ടനെ നിർബന്ധിക്കണമെന്ന് അദ്ദേഹം മകളോട് പറയുന്നു. ഇതിനൊക്കെ മുന്നോടിയായി ആദ്യം ശ്രീകാന്ത് സ്വന്തമായി നോക്കി നടത്തുന്ന എല്ലാ കമ്പനികളും അവൻ്റെ പേരിൽ എഴുതി വാങ്ങാൻ പറയാൻ അദ്ദേഹം മകളോട് വീണ്ടും നിർബന്ധിക്കുന്നു. ബാക്കി എന്ത് വേണമെന്ന് പിന്നീട് ആലോചിക്കാമെന്ന് അയാൾ പറയുന്നു. പക്ഷേ ചിലപ്പോൾ അവന് സ്വന്തം അച്ഛനോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു മടിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വല്ലതും വന്നാൽ നീ അത് മാറ്റിയെടുക്കണമെന്ന് പറയുന്നു. മാത്രമല്ല ഈ വക കാര്യങ്ങൾ ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് എന്ന് പറയുന്നു. അദ്ദേഹം മടങ്ങുന്നതിന് മുൻപായി തൻ്റെ പേരക്കുട്ടിയെ ലാളിക്കുന്നു. ശേഷം അദ്ദേഹം ഇറങ്ങട്ടെ എന്ന് മകളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അദ്ദേഹം തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിൽക്കുന്ന വർഷയാണ് പിന്നീട് കാണിക്കുന്നത്. പാചകമെല്ലാം കഴിഞ്ഞ് താൻ ഉണ്ടാക്കിയ ഭക്ഷണം എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുകയാണ് വേദ. തനിക്ക് കഴിക്കുവാനായി 2 ചപ്പാത്തി എടുത്ത് പ്ലേറ്റിലിട്ട ശേഷം വിക്രം എവിടെ പോയി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വേദ തിരയുന്നു. വേദ ചെന്ന് നോക്കുമ്പോൾ അതാ സുധാകരൻ മാസ്റ്ററുടെ മുറിയിൽ കിടന്ന് ഉറങ്ങുകയാണ് വിക്രം. അവിടെ ചെന്ന് വിക്രത്തെ പല പ്രാവശ്യം വിളിച്ച ശേഷം വേദ അവസാനമായി പറയുന്നു, വിക്രം ദേ ഞാൻ കഴിക്കാൻ പോവുകയാണ്, ഫുഡ് വേണ്ടല്ലോ അല്ലേ? ഇത് കേട്ട വിക്രം, വേണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ എന്ന് പറയുന്നു. എന്നാൽ ശരി എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് മടങ്ങുന്നു. ശേഷം താൻ എടുത്തു വെച്ച ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് വേദ. ഈ സമയം കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല വിക്രമിന്, വിശപ്പ് കാരണം. ഈ സമയം വേദയുടെ ഭക്ഷണത്തിൻ്റെ മണം മൂക്കിലേക്ക് തുളച്ചു കയറുകയാണ്. എന്നാൽ താൻ വേണ്ടെന്ന് പറഞ്ഞ കാരണം അവിടേക്ക് ചെല്ലുവാൻ വിക്രമിന് നിർവാഹവുമില്ല. മുറിയിൽ തെളിഞ്ഞു കിടന്ന ലൈറ്റുകൾ ഓഫ് ചെയ്ത് വീണ്ടും വിക്രം കിടന്നുറങ്ങുകയാണ്. ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം വേദ തൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി തിരിച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ്. വീണ്ടും മുറിയിലെത്തി ലൈറ്റുകൾ ഓണാക്കിയ വേദയെ കണ്ട് ദേഷ്യത്തോടെ വിക്രം പറയുന്നു, ഒന്ന് പോകുമോ, മനുഷ്യനൊന്ന് ഉറങ്ങണം. ഇത് കേട്ട വേദ, അതിന് ഉറങ്ങാനുള്ള നേരമൊന്നും ആയില്ലല്ലോ വിക്രം. പക്ഷേ തനിക്കുറങ്ങാനുള്ള നേരമായെന്ന് വിക്രം ഉറച്ചു പറയുന്നു. മാത്രമല്ല താൻ കുറച്ചു മുമ്പ് കഴിച്ച ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞ് വിക്രത്തിനെ കൊതിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേദ. ഹോ, താൻ ഇന്ന് കഴിച്ച ചപ്പാത്തിയും കിഴങ്ങുകറിയും, അതിലെ കിഴങ്ങുകറി എന്ത് രുചിയായിരുന്നു! കറിയിലെ എല്ലാ ചേരുവകളും പാകമായിരുന്നു. എത്ര നാളായി ഇത്ര നല്ലൊരു സ്റ്റൂ കഴിച്ചിട്ട്. ഇത് കേട്ട് ദേഷ്യം വന്ന വിക്രം, എന്താ നീ ഇവിടെയാണോ കിടക്കാൻ പോകുന്നത് എന്ന് വേദയോട് ചോദിക്കുന്നു. അപ്പോൾ വേദ, അതെന്താ ഇവിടെ കിടന്നാൽ? അല്ല, ആ ഹോളിലല്ലായിരുന്നോ നിന്റെ പായവിരിപ്പ്? പോയി അവിടെ തന്നെ കിടന്നോളൂ എന്ന് വേദയോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന വേദ, നമ്മൾ 3 തവണ വിവാഹം കഴിച്ച അപൂർവ ദമ്പതികളല്ലേ, അതുകൊണ്ട് തന്നെ താൻ ഈ മുറിയിൽ നിന്ന് ഇനി മാറാൻ പോകുന്നില്ല എന്ന് പറയുന്നു. തുടർന്ന് ഒരു ഹിന്ദി ഗാനം വേദ ആലപിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന വിക്രം, ഡി ആ പാട്ട് നിർത്തിക്കോ,
ഇനി മേലാൽ ഇത് പാടിപ്പോകരുത് എന്ന് പറഞ്ഞ് വിലക്കുന്നു. എന്നാൽ വേദ താൻ പാടിയത് നല്ല പാട്ടല്ലേ, ഋഷി കപൂറും ഡിംപിൾ കപാഡിയും എന്തൊരു കെമിസ്ട്രി ആയിരുന്നു അവർ തമ്മിൽ എന്ന് പറയുന്നു. ഇത് കേട്ട വിക്രം പക്ഷേ നമ്മൾക്കിടയിൽ അങ്ങനെ കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും ഇല്ല എന്ന് തീർത്ത് പറയുന്നു. ഇതേപോലെ വെട്ടുപോത്തിനെ പോലെ നടന്നാൽ കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും ഉണ്ടാവില്ല എന്ന് വേദ പറയുന്നു. മാത്രമല്ല അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സിറ്റുവേഷൻസ് വരണമെന്ന് പറയുന്നു. കൂടാതെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും വേണമെന്ന് വേദ പറയുന്നു. പക്ഷേ ഇതെല്ലാം തനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെന്നാണ് വിക്രം പറയുന്നത്. ഇത് കേട്ട വേദ മനസ്സിൽ കുറച്ചെങ്കിലും ആർദ്രതയുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള തോന്നലുകൾ തോന്നൂ എന്ന് വിക്രത്തോട് പറയുന്നു. കൂടാതെ അല്പം കവിതയും സംഗീതവും ഒക്കെ വേണമെന്ന് കൂട്ടിച്ചേർക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഒരു പുച്ഛഭാവത്തിലാണ് വിക്രം കട്ടിലിൽ തന്നെ കിടക്കുന്നത്. ബാബ്ലോ നിരോധയുടെ വരികൾ കേട്ടിട്ടുണ്ടോ എന്ന് വേദ വിക്രത്തോട് ചോദിക്കുന്നു. തുടർന്ന് ആ കവിത വേദ പാടുന്നു. എന്നിട്ട് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാവണം മനുഷ്യരുടെ ഇടയിൽ ഇഷ്ടവും പ്രണയവും ഒക്കെ ഉണ്ടാവേണ്ടത് എന്ന് വേദ പറയുന്നു. ഇത് കേട്ട വിക്രം പ്രണയമോ എന്ന് ചോദിച്ച് ചാടി എഴുന്നേൽക്കുന്നു. പ്രണയമോ? നിന്നോടോ? എനിക്കോ? അപ്പോൾ വേദ അയ്യേ, നിങ്ങളെക്കുറിച്ചാണെന്ന് ആര് പറഞ്ഞു? ഞാനേ ഋഷി കപൂറിനെയും ഡിംപിൾ കപാഡിയെയും കുറിച്ചാണ് പറഞ്ഞത്. ഒരു മുറിയിൽ ബന്ധിക്കപ്പെട്ട ആ കാമുകിയും കാമുകനെയും കുറിച്ച്. പക്ഷേ ഇത് കേട്ട് വല്ല വേഷം കെട്ടുകളുമായി നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും എന്ന് വേദ വിക്രത്തോട് പറഞ്ഞു. മാത്രമല്ല നിങ്ങൾക്ക് മരണം വരെ നമ്മളുടെ കട്ടിലിൻ്റെ അറ്റത്ത് മൂടി പുതച്ച് കിടക്കാൻ മാത്രമാണ് യോഗമെന്ന് വേദ കളിയാക്കൽ രൂപത്തിൽ പറയുന്നു. വിക്രമിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേദ വീണ്ടും ആ ഹിന്ദി ഗാനം ആലപിക്കുന്നു. ഇത് കേട്ട് വീണ്ടും ദേഷ്യത്തോടെ കിടന്നുറങ്ങാൻ തുടങ്ങുകയാണ് വിക്രം. ഇതോടുകൂടി 156ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.